ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ക്രേപ്പ് മെറ്റൽ 3 കളറിലുണ്ട്: പിങ്ക്, വൈറ്റ്, റെഡ്. അപ്പോൾ ഈ 3 കളറും നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കളറും ഒരുമിച്ചൊരു വീഡിയോയിൽ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടേ നമ്മുടെ ഔട്ട്ലെറ്റിൽ വിരിഞ്ഞ പിങ്ക് ക്രേപ്പ് മെറ്റലാണ്. അടിപൊളിയാണ്. ലെജസ്ട്രോമിയ എന്ന് ഇതിനൊരു പേരുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വിരിയുന്നുണ്ട്. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന പൂക്കളാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊട്ടാലുണ്ടല്ലോ, ശരിക്കും പഞ്ഞിയുടെ പുറത്ത് തൊടുന്നത് പോലുള്ള പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളോട് കൂടിയ തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കളർ അവൈലബിൾ ആണ്, റെഡ് അവൈലബിൾ ആണ്, എല്ലാം മൊട്ട് വന്ന തൈകളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിങ്ക് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളതാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾ മുമ്പേ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ഇപ്പോഴാണ് റെഡും വൈറ്റും ഒക്കെ വന്നത്. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്നതാണ് പിങ്ക്. പക്ഷെ നമ്മുടെ ഔട്ട്ലെറ്റിലിപ്പോൾ വൈറ്റാണ് ഫസ്റ്റ് വിരിഞ്ഞത്, അത് കഴിഞ്ഞ് റെഡ് വിരിഞ്ഞത്, ഇപ്പോഴാണ് പിങ്ക് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്ന പൂക്കളാണ്. എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാവുന്ന പൂക്കളാണ്. നല്ല രസമായിട്ട് എന്താ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. അതായത് വേനൽക്കാലത്തും വെള്ളം കിട്ടാത്ത കുറേ നാൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒക്കെയും ഇത് നിന്നോളും. ഇത് നശിച്ചു പോവില്ല, അടിപൊളിയായിട്ട് അങ്ങ് നിന്നോളും. അങ്ങനെ ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ പലരും വീടൊക്കെ വെച്ചിട്ട് നോക്കാൻ, ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോക്കാൻ എന്താ പറയണേ, നോക്കാൻ അവസരം കിട്ടാത്തവർ, ഭയങ്കര തിരക്കുള്ളവർ, അല്ലെങ്കിൽ ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണിത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കളേഴ്സൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. പല കളേഴ്സ് എന്ന് വെച്ചാൽ 3 കളറാണ്. 3 ഇപ്പം നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലുണ്ട്. നല്ല അടിപൊളിയായിട്ട് പല പ്രാവശ്യമായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പല പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പൂക്കുമ്പോഴായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ പിങ്ക് നിങ്ങൾ കണ്ടു. പിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല രസമായിട്ട് വിരിയുന്നതാണ്, ആരുടെയും മനം കവരുന്നതാണ് അല്ല. ഇനി അടുത്തത് റെഡാണ്. റെഡും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നല്ല രസമായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ കാണാൻ കുറേ കൂടി റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് റെഡ് കളറാണ്. നമ്മുടെ ഡാർക്ക്, അതിന് ഏത് കളറോട്, ബ്ലഡ് റെഡ് എന്നൊക്കെ പറയാം. ഡാർക്കായിട്ട് ഒരു മെറൂൺ കളറിന് റെഡ് കളറാണ്. നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ക്രേപ്പ് മെർട്ടിൽ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് ശരിക്കും ഇതിൻ്റെ ഇതളുകളുടെ ആ സൈഡ് കണ്ടോ, ഇങ്ങനെ ചുരുങ്ങിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചുമപ്പിനകത്ത് ചെറിയ മഞ്ഞ കശേരുക്കളായിട്ടുള്ള പൂക്കളാണ് വരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിയാണ്. കണ്ടോ, ഇതിനകത്തൊരു മഞ്ഞ ഇരിക്കുന്നുണ്ടോ. ഇത് ശരിക്കും പിങ്കിലും ഇതുണ്ടാവും, അതുപോലെ തന്നെ റെഡിലും ഇതുണ്ട്, വൈറ്റിലും ഇതുണ്ട്. നല്ല രസമായിട്ട് വിരിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൂക്കളോടും മൊട്ടുകളും ഒക്കെ വന്ന് തുടങ്ങുന്ന തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള തൈകൾ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഉള്ള തൈകൾ അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാം. ഔട്ട്ലെറ്റ് ഇവിടെ കഴക്കൂട്ടാണ്. ഈ കാണുന്നത് തന്നെയാണ് തൈകൾ. ഔട്ട്ലെറ്റ് ഇവിടെ കഴക്കൂട്ടാണ്. കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്കായിട്ട് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഇതുപോലെ മൊട്ടുകളും പൂക്കളും ഒക്കെ വന്ന് തുടങ്ങിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ തറയിലാണ് നട്ടിരിക്കുന്നത്. കണ്ടോ, ചെറുതാണ്, ഒരുപാടൊന്നും വലുതായിട്ടില്ല. ആ ചെറുതിലേ തന്നെ നമുക്കിപ്പോൾ പൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏതാണ്ട് ഒരു 6 മാസം മുമ്പേ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ പൂത്ത് കാണുമെന്ന് കരുതുന്നു. അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണ്, ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള പെണ്ണാണ്. ഇതിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റെഡിന് ക്രേപ്പ് മെർട്ടിൽ ഡയമണ്ട് റെഡ് എന്നൊക്കെയാണ് ഈ ഒരു കളറിന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകൾ ബ്ലാക്ക് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. പൂക്കൾ ഇത് തന്നെയാണ്, പക്ഷേ ഇലകൾക്ക് നല്ല ബ്ലാക്കാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് സ്റ്റോക്ക് വന്നിട്ടില്ല. പക്ഷേ പൂക്കൾ ഒരേ പോലെ തന്നെയാണ്, ഇലകൾക്ക് മാത്രമേ അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ കളറാണ്. ഈ ക്രേപ്പ് മെറ്റലിൻ്റെ 2 കളർ ഇപ്പോൾ ഞാൻ കാണിച്ചു. ആദ്യം പിങ്ക് കാണിച്ചു, പിന്നെ ഉള്ളത് നമ്മുടെ ഈ റെഡ് കാണിച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി കളറോടെ ഞാൻ കാണിച്ചു തരാം. അത് വളരെ റെയറാണ് കേട്ടോ. അത് മാർക്കറ്റിൽ കിട്ടില്ല, വളരെ ചുരുക്കമായിട്ടേ കിട്ടുള്ളൂ. നമുക്കൊരുപാട് തൈകൾ ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായിപ്പോയി.
ഇതാണ് സംഭവം. ക്രേപ്പ് മെറ്റലിൻ്റെ വൈറ്റ് ഇതാണ് ഭയങ്കര റെയറായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഔട്ട്ലെറ്റിൽ തന്നെയാണ് ഇതിപ്പം പൂത്ത് നിൽക്കുന്നത്. ശരിക്കും പൂ കഴിഞ്ഞ് കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ അത് കമ്പ് വെട്ടിയിട്ട് തൈകൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറേ തൈകളുണ്ടായിരുന്നു, അത് ഒത്തിരി പേര് മേടിച്ചു. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ തൈകൾ അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ റെഡിയാവും. ആ സമയത്ത് നമ്മളിത് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൈകളുള്ളത് പിങ്കിൻ്റെയും റെഡിൻ്റെയും ആണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ 3 കളറും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ വൈറ്റാണ് കേട്ടോ. വൈറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള ഒരു പൂവാണ് കേട്ടോ. അത് കണ്ടാലും കണ്ട് നിന്ന് പോവും. അപ്പോൾ മിക്കവരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ റെഡ് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വൈറ്റ് ഒരു വല്ലാത്ത രീതിയിലാണ് പൂക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഒരു രക്ഷയില്ലാതെ പൂക്കും. നിറച്ചും എന്താ പറയുന്നത്, വണ്ടുകളും തേനീച്ചകളും ഒക്കെ വരുന്നൊരു ചെടിയാണ്. തേനുള്ള ചെടിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കണ്ടോ, നോക്കി എന്തോരം തേനീച്ചകളാണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പരന്ന് നടക്കുന്നതെന്ന് നോക്കിയേ. ഇതിലും ആ മഞ്ഞ കശീരുക്കൾ വരുന്നുണ്ട്. ഇപ്പോൾ വൈറ്റിനുള്ളിൽ മഞ്ഞ വരുമ്പോഴും റെഡിനുള്ളിൽ മഞ്ഞ വരുമ്പോഴും പിങ്കിനുള്ളിൽ മഞ്ഞ വരുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഈ പൂക്കളുടെ അരികു കണ്ടോ, ഇങ്ങനെ ചുരുണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ക്രേപ്പ് മെർട്ടിൽ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുകയും നന്നായിട്ടാവുകയും ചെയ്യുന്നൊരു ചെടിയാണ്. അപ്പോൾ കിട്ടുന്നവരെല്ലാവരും മേടിച്ച് വെക്കുക. നമ്മുടെ പൂന്തോട്ടത്തിന് ഒരു അഴക് തന്നെയായിരിക്കും ഈ ചെടി. ശരിക്കും അത്രത്തോളം ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു ചെടിയാണിത്. ഒരുപാട് പേർക്ക് കൊടുത്തു. ഇനിയും ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് മന്തോടുകൂടി ഈ വൈറ്റിൻ്റെ തൈകൾ റെഡി ആവുന്നുണ്ട്, അപ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഈ 3 കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ 3 കളറും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്നതാണ്, നന്നായിട്ട് പൂക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ്. നമ്മുടെ മതിലിൻ്റെ അരികിലൊക്കെ വെച്ച് കൊടുത്താൽ പുറത്തേക്ക് ഇങ്ങനെ പൂ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മളിത് നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ 3-3.5 മാസത്തോളം ഇതിൻ്റെ പൂക്കൾ ഒരു പ്രാവശ്യം വിരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. അത്രയും ദിവസത്തോളം നിൽക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വൈറ്റിൻ്റെ പൂക്കൾ. റെഡിൻ്റെ പൂക്കൾക്ക് എനിക്ക് തോന്നുന്നു അത്രത്തോളം നിന്ന് കണ്ടില്ല. പക്ഷേ വൈറ്റിൻ്റെ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കുന്നുണ്ട്. പിങ്കും അത്രത്തോളം അങ്ങ് നിന്ന് കാണുന്നില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കമ്പുകൾ വെട്ടി വെച്ചിട്ടാണ്. കമ്പുകൾ വെട്ടി നമ്മുടെ ചകിരിച്ചോറിലോ പോട്ടി മിക്സ് തയ്യാറാക്കി അതിനുള്ളിൽ വെച്ച് തണലത്ത് വെച്ച് വേര് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വെയിലത്തോട്ട് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും ഇതിൻ്റെ ഈ 3 ചെടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ